ഇടുക്കി പീരുമേട്ടിലെ വനവാസി സ്ത്രീയുടെ മരണം കാട്ടാന ആക്രമണത്തെ തുടർന്നെന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി.കെ. വിഷ്ണുപ്രദീപ്. സീതയുടെ ശരീരത്തിലെ പരിക്കുകൾ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായതെന്ന് സ്ഥിരീകരിച്ചു. ആദ്യഘട്ടത്തിൽ സംശയമുന്നയിച്ച ഫോറൻസിക് സർജൻ പിന്നീട് മരണം കാട്ടാന ആക്രമണത്തെ തുടർന്നെന്ന് മൊഴി നൽകിയതായി ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. ജൂൺ 13-നാണ് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സീത വനത്തിനുള്ളിൽ വെച്ച് മരിച്ചത്. കാട്ടാന ആക്രമണത്തിലാണ് സീത കൊല്ലപ്പെട്ടതെന്ന് ഭർത്താവും ഒപ്പമുണ്ടായിരുന്ന മക്കളും അന്ന് പറഞ്ഞു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ മൃതദേഹം ആശുപത്രിയിലെത്തിക്കുകയും ചെയ്തു. എന്നാൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച പീരുമേട് താലൂക്ക് ആശുപത്രിയിലെ ഫോറൻസിക് സർജനാണ് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന സംശയം പ്രകടിപ്പിച്ചത്. സീതയുടെ ശരീരത്തിലെ മുറിവുകൾ കാട്ടാനാക്രമണത്തിൽ ഉണ്ടായതല്ല എന്നായിരുന്നു ഫോറൻസിക് സർജൻ ആദർശ് രാധാകൃഷ്ണന്റെ കണ്ടെത്തൽ. ആഴ്ചകൾക്ക് ശേഷം വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡോക്ടർ സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ആദ്യം മുതൽ തന്നെ സീതയുടെ മരണത്തിൽ ദുരൂഹതയില്ല എന്ന നിലപാടിലായിരുന്നു പോലീസ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ ഡോക്ടറുടെ മൊഴിയും വിശദമായി രേഖപ്പെടുത്തി. ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ സീതയെ എടുത്തുകൊണ്ടുവരുമ്പോൾ താങ്ങിപ്പിടിച്ചതാണ് കഴുത്തിലെ പരിക്കുകൾക്ക് കാരണമെന്ന് പോലീസ് നിഗമനം. 13 വാരിയെല്ലുകൾ ഒടിഞ്ഞതും കാട്ടാന ആക്രമണത്തിലാണ്. ബിനുവിന്റെയും മക്കളുടെയും മൊഴിയും പോലീസ് വിശദമായി ശേഖരിച്ച് വിലയിരുത്തിയ ശേഷമാണ് കാട്ടാനാക്രമണം എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. സീതയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇതൊരു കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് മനസ്സിലായിട്ടുള്ളത്. ആ ഒരു നിഗമനത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത് പോലീസ്. വിശദമായിട്ടുള്ള അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഡിവൈഎസ്പി പീരുമേട് വിശാൽ ജോൺസൺ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളതാണ്. സാക്ഷിമൊഴികളും മറ്റ് സ്ഥലം സന്ദർശിച്ചിട്ട് ഫോറൻസിക് എക്സാമിനേഷനൊക്കെ കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ ഫർദർ സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ എടുത്തു. ആ ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത്. അല്ല, ഈ കുട്ടികളുടെയും 2 കുട്ടികളുടെയും അച്ഛൻ്റെയും ഒക്കെ മൊഴികൾ വിശദമായിട്ട് പോലീസ് എടുത്തതാണ്. ഇൻട്രോഗേഷൻ വ്യക്തമായിട്ട് ചെയ്തതാണ്. 3 പേരെയും മാറ്റി മാറ്റി ക്വസ്റ്റ്യൻ ചെയ്തിട്ട് മൊഴികൾ എടുത്തിട്ടുള്ളതാണ്. കോൺട്രഡിക്ഷൻസ് ഒന്നുമില്ല, കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലായിട്ടുള്ളത്. സ്ഥലത്ത് ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ കാട്ടാനയുടെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു. റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം പോലീസ് പീരുമേട് കോടതിയിൽ സമർപ്പിക്കും. ജനം, ഇടുക്കി.